ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റിരിക്കുന്നത് ഗൈസ് 6 മണിക്ക്. നമ്മളിന്ന് ഒരു എക്സാം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരുങ്ങിയിരിക്കുന്നത്. കൊള്ളാവോ ഗൈസ് എന്നെ കാണാൻ. അങ്ങനെ നമ്മൾ കാറിലാണ് ഗൈസ് പോകുന്നത്. ഞാനും അങ്ങേ മാത്രമേ പോകുന്നുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ബാക്കിയെല്ലാവരും കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ നമ്മൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഗൈസ് രാവിലെ തന്നെ ഒട്ടും തിരക്കില്ലായിരുന്നു ഗൈസ്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ നേരത്തെ നമ്മളവിടെ എത്തി. പിന്നെ ഗൈസ് നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. വെളുപ്പിനെ ഇറങ്ങിയില്ല, നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ഇങ്ങനെ നമ്മളൊരു കട തപ്പി നമ്മുടെ പണ്ടാരം ഇറങ്ങി ഗൈസ്. സ്ഥലമൊക്കെ നല്ല സ്ഥലമായിരുന്നു ഗൈസ്. രാവിലെയും കൂടി ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. കോടയൊക്കെ വെക്കുന്നത് കാണാമായിരുന്നു ചെറുതായിട്ട്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പലചരക്ക് കടവരും തുടങ്ങി. പിന്നെ വേറെ ഹോട്ടലിലൊന്നും തുടങ്ങിയില്ല. 8 മണിയെങ്കിണ്ടായി ഗൈസ് ഏകദേശം. പിന്നെ നമുക്ക് ഒരു ഹോട്ടൽ അങ്ങനെ തപ്പി പിടിച്ച് കിട്ടി. പിന്നെ നല്ല ചൂട് പൊറോട്ട അവിടെ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചൂട് പൊറോട്ടയും മുട്ടക്കറിയാണ് ഗൈസ് നമ്മൾ രാവിലെ കഴിക്കാൻ പോകുന്നത്. നല്ല ചൂട് പൊറോട്ടയായിരുന്നു ഗൈസ്. നമ്മൾ നല്ല ചൂട് പൊറോട്ട മുട്ടക്കറിയും മുക്കി അങ്ങോട്ടും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം. ഗൈസ് നമ്മളൊരു ചായയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി കുടിച്ചിട്ട് ഇറങ്ങി. ഗൈസ് ഇതാണ് നഗരൂരിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇവിടുന്ന് അടുത്താണ് രാജധാനി. ഈ നഗരൂർ കിടന്നാണ് ഗൈസ് നമ്മൾ കുറേ കിടന്ന് കറങ്ങിയത്. ഇവിടെ ഒറ്റ ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലൊന്നും രാവിലെ ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. പിന്നെ നല്ല ആംബിയൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. നമ്മളങ്ങനെ രാജധാനിയിലോട്ട് തന്നെ തിരിച്ച് പോവുകയാണ്. എക്സാമിന് കയറേണ്ട സമയമായി. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഗൈസ് ഇതാണ് കോളേജ്. എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങ് കാറ് പാർക്ക് ചെയ്യാനോട്ട് പോയി. ഞാൻ അവിടുത്തെ എക്സാമിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം നോക്കിയിട്ട് ഞാൻ എക്സാമിന് കയറി. എക്സാം എഴുതി ഗൈസ്. കുഴപ്പമില്ലായിരുന്നു. എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരുന്നു. ഫോൺ പിന്നെ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഫോൺ ഞാൻ ഓഫ് ചെയ്ത് ബാഗിലോട്ട് വെച്ചു. പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇവിടെ പോസ്റ്റ് ആയി കുറച്ച് നേരം. അങ്ങ് കാറ് എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. കുറേ പാരൻസൊക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ സീനറിയൊക്കെ നോക്കിക്കൊണ്ട് നിന്ന്. പിന്നെ അങ്ങ് വന്നു. നല്ല നട്ടുച്ച വെയിലായിരുന്നു ഗൈസ്. നിന്നങ്ങ് കഴിഞ്ഞു. പിന്നെ അങ്ങ് എനിക്ക് കുറച്ച് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഗൈസ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാമല്ലോ, എന്ത് ചൂടാണെന്നറിയാമോ. അങ്ങനെ നമ്മളൊരു ജ്യൂസ് കടയിൽ നിർത്തി ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഇക്കാൻ്റെ കടയിലാണ് നമ്മൾ നിർത്തിയത്. നമ്മൾ നല്ല സ്പെഷ്യൽ സർബത്തും സ്പെഷ്യൽ സോഡാന്ന് ഇറങ്ങിയാണ് പറഞ്ഞത്. ഇക്ക നല്ല അടിപൊളിയായിട്ട് നല്ല സർബത്ത് ആദ്യം അങ്ങ് തന്നു. പിന്നെ സർബത്തിൻ്റെ ടേസ്റ്റും ക്വാണ്ടിറ്റിയും അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മൾ വേണമെന്ന് പറയുമ്പം നമുക്ക് ആവശ്യമുള്ള പോലെ ഇക്ക ഒഴിച്ചത്. നമുക്ക് വേണമെങ്കിൽ ഒരു ജ്യൂസ് മതി നമുക്ക് 2 പേർക്ക് കുടിക്കാം. അങ്ങനെ എത്ര ക്വാണ്ടിറ്റിയാണ് ഗൈസ് ആ ജ്യൂസിനും. ഇക്കയുടെ ആ ഒരു പെരുമാറ്റ രീതി അടിപൊളിയായിരുന്നു. നല്ല കമ്പനിയായിരുന്നു. ആ ഒരു രീതിയിലാണ് നമ്മൾ സംസാരിച്ചേക്കാം. പിന്നെ ഇക്ക പറയുന്നുണ്ടായിരുന്നു ഗൈസ്, കുറേ യൂട്യൂബേഴ്സ് വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറേ ലൈക്ക് അങ്ങനെ കിട്ടി. പിന്നെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അത്യാവശ്യം നല്ല ഫേമസ് കട തന്നെയാണ് നമ്മുടെ ഇക്കയുടെ കട. പിന്നെ ഗൈസ് നറുന്നണ്ടിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സ്പെഷ്യൽ നാരങ്ങ ഇഷ്ടമുള്ള നറുന്നണ്ടി ആയിരുന്നു ഇക്കാൻ്റെ. പിന്നെ ടേസ്റ്റ് കാര്യം പിന്നെ പറയില്ലായിരുന്നു ഗൈസ്. പിന്നെ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇക്ക മനസ്സ് നിറഞ്ഞാണ് നമുക്ക് തരുന്നത്. വേണോ ചോദിച്ച്. സ്ഥലം എഴുതുന്നത് പഴയറ്റുംകുരിയാണ് ഗൈസ്. ഇനി നമ്മൾ അതൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോയി ഗൈസ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ, സീ യു.